ചേട്ടാ നമസ്കാരം സാർ. ഒരു ഐഡിയ ഇല്ലട്ടോ. ചെയ്തരാം. ഓക്കെ ഓക്കെ ശരി ശരി. അത് ബ്ലോക്കാണ്, ഓൾറെഡി ബ്ലോക്കാണ്. ആ അല്ല 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 എന്തെങ്കിലും അതെ ഇല്ല ഓഫല്ലത് ഓഫല്ല എന്തോ चली 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 പോയാ അടുത്ത് പോയാ ഇന്നലെ വന്നു ഞാൻ പറഞ്ഞില്ല ഒരു الحمد لله رب العالمين اللهم صل على سيدنا محمد اللهم وصل مثل اصحاب المغفور العظيم هذه هدية الباسمة ورحمة النازلة وبركة شاملة ونقبل منا إلى نبينا وشفيعنا محمد صلى الله عليه وسلم ثم إلى أرواح من الأنبياء والمرسلين وسائر الصحابة والكرام أجمعين ثم إلى أرواح آبائنا وأمهاتنا وأساتذتنا السادة العالمين ثم إلى أهل أرواح بينهم خاصة اللهم ارزقنا علما نافعا وعملا متقبلا ورزقا حلالا وعمرا واسعا في طاعتك محمدا طويلا اللهم اجعل جمعنا هذا جمع المرحوما تفرقنا من ذلك معصوما ولا تجعل فينا ولا منا ولا منا وشرنا ولا تجعلنا
محروما. اللهم بارك لنا في كل أمورنا واحسن في أمرنا هذا يا رب العالمين. اللهم افتح لنا أبواب الخير وباب البركة وباب السلام يا رب العالمين. اللهم استر مرادنا اللهم استر مرادات. اللهم اقضي حاجاتنا يا قاضي الحاجات واشفي أمراضنا يا شافي الأمراض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا النار. ربنا تقبل منا دعانا إنك أنت السميع العليم. അരെ അവിടെ ഉണ്ടല്ലേ പറഞ്ഞാൽ മതി. അത് നമ്മള് വലിയൊരു വിഷമായി എല്ലാം കഴിഞ്ഞില്ലല്ലോ. പറഞ്ഞു സലാം സാഹിബ് അല്ല ആ ഓക്കെ മലപ്പുറത്ത് UDF-ന്റെ ഒരു വലിയ വിജയം, പ്രത്യേകിച്ചും 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന രൂപത്തിൽ ഒരുങ്ങുന്നു. ഈ പാണക്കാട്ട് നിന്ന് ലഭിക്കുന്ന ഊർജ്ജം, ഇതാണ് ഏറ്റവും വലിയ കരുത്തായി നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് അനുഗ്രഹം തേടി ഇവിടെ പാണക്കാട്. ഇന്നു മുതൽ പ്രചരണമൊക്കെ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള നേതാക്കൾ കൂടാണല്ലോ. ആണ് വൈകുന്നേരം UDF-ന്റെ കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ പിന്നെ നിലമ്പൂരിൽ വരുന്നുണ്ട്. നമുക്കവിടെ കാണാം. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല. ഈ കൂടിയാലോചനക്കായിട്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഇന്ന് 3 മണിക്ക് അവിടെ നിലമ്പൂരിൽ ഞങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ്. സന്ദർശിച്ച് മടങ്ങിയപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളും പറഞ്ഞു. അല്ല, PM ശ്രാമം ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളോട് വന്ന് പിന്നെ ഇപ്പോൾ ഉള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ നിലമ്പൂർ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും. അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം. നിലവിൽ അൻവർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിലവിൽ? ഈ വക ചോദ്യങ്ങളൊന്നും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നില്ല, അർത്ഥമില്ല. നിങ്ങൾക്കും അറിയാലോ. പിന്നെ എന്തിനാ സമയം കളയുന്ന വെറുതെ? അല്ലാതെ ലീഗ് മീഡിയേഷനൊന്നുമില്ല. അദ്ദേഹം എല്ലാ ഘടകകക്ഷികളെയും കാണുന്ന കൂട്ടത്തിൽ ഞങ്ങളെ കണ്ടുവന്നേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഘടകകക്ഷികൾ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തൽ സാധാരണയാണ്. UDF-ന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ മുമ്പുള്ള UDF-ന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യണം. അല്ലാതെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നുമില്ല. ഇപ്പോൾ താൽക്കാലികയാബ്ദങ്ങളായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ഡൽഹിയിലുണ്ട്, 5 ഡെലിഗേഷനിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും. ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട്. ആ നിലയിൽ ഞങ്ങൾ UDF-ന്റെ പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ. അല്ല, ഈ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല. ബാക്കി നമുക്ക് നിലമ്പൂർ വെച്ച് കാണാം. ഇങ്ങോട്ട് വന്നത് അല്ല, അൻവർ വന്നതാണ്. അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അത് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ. അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ്, കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വശം അദ്ദേഹം പറഞ്ഞു. ആ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇനി കൂടുതൽ ചോദിച്ചുകൊണ്ട് കണ്ട സമയം വെറുതെ പോവുള്ളൂ. അല്ല, അതെ ഇത് നമ്മളത് അങ്ങനെ അനലൈസ് ചെയ്ത് വന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയേ പറയുള്ളൂ. ഇതിൻ്റെ പറയേണ്ട അത്രേ പ്രസക്തിയുള്ളൂ. ബാക്കി നിലമ്പൂർ കാണാം നമുക്ക്. ഓക്കെ.